പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ലിവിങ് ബ്രെഡ് എന്ന ഈ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനം അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം 11-12 വാക്യങ്ങളാണ്. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ ഒരു സന്ദേശത്തിൻ്റെ ഭാഗമാണ് നമ്മളിവിടെ കേട്ടത്. യേശുവിനെ ക്രൂശിച്ചവരായ യഹൂദജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരിക്കൽ പത്രോസ് പറയുകയാണ്, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല്. യഹൂദജനത്തെ അബ്രഹാമിൻ്റെ കാലം മുതൽ ദൈവം വിളിച്ച് വേർതിരിച്ചത് ദൈവത്തിൻ്റെ ഭവനം പണിയുന്നവരായിട്ടാണ്. കാലാകാലങ്ങളിൽ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും ന്യായശാസ്ത്രിമാരെയും ഒക്കെ അയച്ച് ദൈവം തൻ്റെ ഭവനം പണിയുവാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ആ ഭവനത്തിൻ്റെ മൂലക്കല്ലായി, ഏറ്റവും പ്രധാനപ്പെട്ട കല്ലായി ദൈവം കണ്ട തൻ്റെ ഏകമകനായ യേശു ക്രിസ്തു തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചു, യഹൂദന്മാരുടെ ഇടയിലേക്ക് അയച്ചു. എന്നാൽ യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളയുകയും സ്വീകരിക്കാതിരിക്കുകയും അവസാനം തന്നെ ക്രൂശിച്ച് കൊല്ലുകയും ചെയ്തു. അതാണ് വീട്ടുകാർ തള്ളിക്കളഞ്ഞ കല്ല്. എന്നാൽ ദൈവം ആ യഹൂദന്മാർ തള്ളിയ മൂലക്കല്ലിനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ആ മൂലക്കല്ലിനെ ദൈവസഭയുടെ അടിസ്ഥാനവും മൂലക്കല്ലുമാക്കി ദൈവം ഇട്ടു. അതിനെക്കുറിച്ചാണ് പറയുന്നത്, മനുഷ്യർ തള്ളിയ കല്ല് ആമേൻ വീടിൻ്റെ കോണിൻ്റെ മൂലക്കല്ലായി മാറി. അടുത്ത വാക്യത്തിൽ പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തിനും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല. പ്രിയപ്പെട്ടവരെ, യഹൂദന്മാർ മറ്റെവിടുന്നെങ്കിലും രക്ഷ കിട്ടും എന്ന് വിചാരിച്ചാൽ അസന്നിഗ്ധമായി സംശയലേശവന്യെ പത്രോസ് പ്രഖ്യാപിച്ചു, മറ്റൊരുത്തിനും രക്ഷ ഇല്ല. അതേ, പാപത്തിൻ്റെ വിമോചനം, നിത്യജീവനിലേക്കുള്ള പ്രവേശനം, ദൈവത്തിങ്കിലേക്ക് പ്രവേശിക്കുക, ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ ഭാഗമാകുക, ഈ കാര്യത്തിൽ മറ്റൊരുത്തിനും രക്ഷയില്ല എന്ന് അസന്നിഗ്ധമായി പത്രോസ് പറയുകയാണ്. കാരണം മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീർന്ന മറ്റൊരു വ്യക്തിയും ഈ ലോകത്ത് ഇല്ല. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ആമേ ശക്തിയുള്ളവനുമാണ് യേശു എന്ന്. അതെ, പൂർണ്ണ രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്നു. ആരെങ്കിലും യേശു കർത്താവിനെ വിശ്വസിക്കുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുക മാത്രമല്ല, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ ആമേൻ രക്ഷിക്കപ്പെടും എന്നുള്ള ദൈവവചന പ്രകാരം, പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ആ വിശ്വാസത്തിലൂടെ നമുക്ക് തരികയാണ്. അതിനുശേഷം നമ്മൾ യേശുവാകുന്ന കർത്താവിനെ അനുഗമിക്കണം, അനുയായികളായി ജീവിക്കണം. അപ്പോൾ നമ്മുടെ രക്ഷയുടെ ജീവിതം നമ്മൾ ആരംഭിക്കുകയാണ്, രക്ഷയുടെ പ്രവൃത്തികൾ നമ്മൾ ആരംഭിക്കുകയാണ്. അവസാനം കർത്താവായ യേശു ക്രിസ്തു വീണ്ടും
തന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ വരും എന്ന് തിരുവചനം പറയുന്നു. അങ്ങനെ നമ്മുടെ രക്ഷ പൂർണ്ണമായി തീരുന്നു. താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക്, താൻ മുഖാന്തരമല്ലാതെ ആർക്കും ദൈവത്തോട് അടുക്കുവാൻ കഴിയത്തില്ല. ഞാനാണ് വഴി എന്ന് യേശു പറഞ്ഞു. ഞാനാണ് സാക്ഷാൽ വാതിൽ എന്ന് യേശു പറഞ്ഞു. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ പ്രവേശിക്കാൻ പറ്റത്തില്ല എന്ന് യേശു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ യേശുവിലുള്ള വിശ്വാസം മൂലം ആമേൻ നിത്യരക്ഷയിലേക്കും പൂർണ്ണരക്ഷയിലേക്കും പ്രവേശിക്കുവാൻ, മനുഷ്യൻ അന്വേഷിക്കുന്ന ആമേൻ മോക്ഷത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കഴിയും. അതാണ് പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തരിലും രക്ഷയില്ല. ഇനി ആരെയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ആമേൻ യേശുവിങ്കിലേക്ക് നോക്കി തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവിടുന്ന് രക്ഷാകരനാകയാൽ ആ നാമത്തിലൂടെ രക്ഷ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നിങ്ങൾ യേശുവിലേക്ക് തിരിയുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.